ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മക്കളെ അവസ്ഥ? ആകെ ബാഡ് കമൻ്റാണ്. ബാഡ് കമൻറ്റ് നല്ല കഴിഞ്ഞാൽ ഇനി ബാഡ് കമൻറ്റ് വരാനില്ല. ആ നിലക്ക് ബാഡ് കമൻറ്റ്, നെഗറ്റീവ് നല്ല ഫുള്ള് നെഗറ്റീവ്. ഓണം പ്രിയദർശി കല്യാണി പ്രിയദർശൻ മുക്കി, അതുപോലെ തന്നെ ഓണം കല്യാണി പ്രിയദർശൻ കൊണ്ടുപോയി, ഓണക്കപ്പ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഐറ്റംസാണ് ഇപ്പോൾ വരുന്നത്. ഓണം അത് റിലീസ് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാണ്ട് സിനിമകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ ബാഡ് കമൻ്റാണ്. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇലത്തോട്ടും വലത്തോട്ടും മേലോട്ടും എവിടെ നോക്കിക്കഴിഞ്ഞാലും ബാഡ് കമൻ്റാണ്. അയ്യോ, ലാലേട്ടൻ്റെ പടം അടിപൊളിയാണെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ കാണണ്ട. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവരും മലയാളികളുണ്ട്, അവർ കണ്ടോട്ടെ. ആ പടത്തിന് വേണ്ടിയിട്ട് ഫുള്ള് നെഗറ്റീവ് അടിക്കുക. നെഗറ്റീവ് എത്രത്തോളം അടിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നെഗറ്റീവിനൊക്കെ ആളേറെ അതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടം തന്നെയാണ്. സൂപ്പർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടം തന്നെയാണ്. ഒരിക്കലും ആ പടത്തിന് ഞാൻ ബാഡ് കമൻറ്റ് ഇടില്ല, നെഗറ്റീവ് റിവ്യൂസ് കൊടുക്കുകയും ചെയ്യില്ല. പക്ഷെ ആ പടം എന്താണ്, അതൊരു വേറെ ലോകമാണ്, വേറെ ഈ ഒരു ഇതാണ് എന്താ പറയുക, വേറൊരു ലോകം തന്നെയാണ് ലോകം എന്ന് പറഞ്ഞത്. ലോക ചാപ്റ്റർ 1. അപ്പോൾ അതിനെതിരെ നമ്മളൊന്നും പറയുന്നില്ല. എന്തിനത്, അതിൻ്റെ ആവശ്യമില്ല. നല്ല പടത്തിന് നല്ലത് തന്നെ പറയണം. ലോക അടിപൊളി പടമാണ്. നസ്ലിമിൻ്റെ അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ്റെ സൂപ്പർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പടം. ഓണം ആരെങ്കിലും തൂക്കിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഓണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഓണത്തിൻ്റെ റിലീസായിട്ട് ഓരോരോ സിനിമകൾ ഇറക്കൊക്കെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. അതുപോലെ ഫഹദ് ഫാസിലിൻ്റെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്താ, നെഗറ്റീവ് പരമാവധി. ഓടുകുതിര ചാടുകുതിര എന്ന് പറഞ്ഞ സിനിമക്ക് നെഗറ്റീവിന്റെ പൂരാണ്. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും പൂരം. ഓടും കുതിര അതേ കൂടെ ഓടിപ്പോയി. ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കു കുതിര എന്ന് പറഞ്ഞ ചെരുപ്പാണിത്. അപ്പൊ ചെരുപ്പ് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടൊന്നും ഓരോരുത്തരും അതിന്റെ മറ്റേ റിവ്യൂ അറിയിട്ട് കേട്ടിട്ടുണ്ട്. ചെരുപ്പ് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുണ്ട്. ഫഹദ് ഫാസില് മെയിൻ റോളിലെത്തുന്ന ആവേശത്തിന് ശേഷം വരുന്ന ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥയില്ലാത്ത നെഗറ്റീവാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമില്ല, ഒരു കഥയില്ല. 10, 20, 30, 40, 50, 60, 70 കോടി, 80 കോടി, 90 കോടിയൊക്കെ ഒരു സിനിമ കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ ആ സിനിമ വിജയിച്ചുകൊണ്ട് തന്നെയാണ്. ബുക്കിംഗ് ഒക്കെ അടിപൊളി തന്നെ, കുഴപ്പമില്ലാത്ത ബുക്കിംഗാണ്. അപ്പം ഇനിയിപ്പോൾ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിനിമ പോയിട്ട് കാണുക, അതിനെ വിലയിരുത്തുക. വെറുതെ ഒരു കഥ ഇല്ലാണ്ട് അങ്ങോട്ടും ഇല്ല ഹലാക്കിൻ്റെ ഔരസും കഞ്ഞിയാക്കി മാറ്റില്ല പൊന്നാര മുത്തുപടികൾ. അപ്പം എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.